കേൾക്കാൻ പോകുന്ന വീട്ടമ്മയുടെ ശബ്ദം മലയാളികളുടെ എല്ലാം മനസ്സാണ്. പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ എന്ന പ്രദേശം ഈ വീട്ടമ്മ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പരിചയമുള്ള ഒരു മനുഷ്യരും അവിടെയില്ല. എന്നിട്ടും ഈ വീട്ടമ്മയുടെ മനസ്സ് മുഴുവൻ മുണ്ടക്കൈയിലാണ്. മുണ്ടക്കൈയിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് പത്തനംതിട്ട റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഭ്യർത്ഥനയ്ക്ക് റാന്നി സ്വദേശിനിയായ ഈ വീട്ടമ്മ നൽകിയ മറുപടി ഒരാപത്ത് വരുമ്പോൾ മലയാളികൾ ഒന്നിച്ചു നിൽക്കും എന്നതിന്റെ ഉദാഹരണമാണ്. പ്രകാശേ, ഞാനൊരു 10,000 രൂപ തരാം. പിന്നെ കൊന്നപ്പിള്ളച്ചേട്ടന്റെ അവിടുന്ന് ഒരു ചാക്കരിയും എടുത്തോളാം, ഞാൻ പൈസ കൊടുത്തോളാം. 2018 മഹാപ്രളയമുണ്ടായപ്പോൾ പമ്പാ നദിയിൽ നിന്നും വെള്ളം കയറി റാന്നി മുഴുവൻ മുങ്ങിപ്പോയിരുന്നു. അന്ന് റാന്നിക്കാർക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നുമായൊക്കെ എത്തിയത് മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരായിരുന്നു. വീടുകളിലെ ചെളി കോരി വൃത്തിയാക്കിയത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയവരും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ. ആ ഓർമ്മ ഓരോ റാന്നിക്കാരനിലുമുണ്ട്. മുണ്ടക്കൈയിൽ ഒരാപത്ത് സംഭവിക്കുമ്പോൾ ഭക്ഷ്യധാന്യങ്ങളും